കേരള സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. കേരള സർക്കാർ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കിയില്ലെന്നും ഇതിന് ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരുമെന്നും മോദി പറഞ്ഞു. രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് മോദി ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം നൽകണമെന്നും മോദി പറഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, മോദിയുടെ പ്രസംഗത്തിൽ ആദ്യം കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. ജിംഷാദ്, രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച ലോക്സഭയിൽ നടന്നപ്പോഴാണ് കോൺഗ്രസിനെ അടക്കമുള്ളവരെ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദി സംസാരിച്ചത്. ഇതിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ടായി. കേരളം, മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ് തുടങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാത്തതിനുള്ള മറുപടി അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജനങ്ങൾക്ക് നൽകേണ്ടി വരും എന്നുകൂടി അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. പ്രതിപക്ഷത്തിന്റെ അപകർഷതാബോധമാണ് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. പാർലമെന്റ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും സുഗമമായ ചർച്ചകൾ നടത്തേണ്ടതും പ്രതിപക്ഷത്തിന്റെ കടമ കൂടിയാണ് എന്നും നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പ്രധാനമായും മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചില വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെതിരെ കടന്നാക്രമണം നടത്തിയതുപോലും. ബില്ലുകൾ പാസാക്കാൻ എംപിമാർ സഹായിക്കണമെന്നും ഈ പ്രസംഗത്തിൽ മോദി ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അതേസമയം ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ JNU രോഹിത് വിമല വിഷയങ്ങളിൽ മോദി മൗനം പാലിക്കുകയും ചെയ്തു. എന്തായാലും അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടി വയ്ക്കുകയുണ്ടായി. ദേശീയ വനിതാ ദിനത്തിലടക്കം സ്ത്രീകൾ മാത്രമേ പാർലമെന്റിൽ സംസാരിക്കാവുള്ളൂ എന്നും പുതിയ പാർലമെന്റ് അംഗങ്ങൾക്ക് കൂടുതൽ അവസരം സംസാരിക്കാൻ നൽകണമെന്നും അടക്കമുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഈ പ്രസംഗത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞുവെങ്കിലും പ്രധാനമായും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ സർക്കാരിനെതിരെ വിമർശിച്ചിരുന്നു. അതിന് മറുപടി പറയാനാണ് ശ്രമിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ രാഹുൽ ഗാന്ധി വിമർശിക്കാൻ അദ്ദേഹം മറുപടി പറഞ്ഞു. ഇത്തരം പദ്ധതികളെ വിമർശിക്കുകയല്ല, ഒപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നന്ദി പ്രമേയ ചർച്ച ലോക്സഭ പാസാക്കി അതിനുശേഷം 3 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ജിംഷാദ്. ശരി, സന്തോഷ് സർലിംഗ് ആണ് പാർലമെന്റിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിന്റെ പിളർപ്പ് ഉറപ്പാക്കി ഫ്രാൻസിസ് ജോർജ് കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് മന്ത്രി KP മോഹന് രാജിക്കത്തയച്ചു. വിമതർക്കെതിരെ നടപടിയുണ്ടാവുമെന്നും LDFനോട് വിലപേശുന്നത് ശരിയല്ലെന്നും ജോയി എബ്രഹാമും പറഞ്ഞു. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തൊക്കെയാണ് കേരള കോൺഗ്രസ് എമ്മിലെ പിളർപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ജിംഷാദ്, ഇപ്പോൾ പിളർപ്പ് ഏകദേശം പൂർത്തിയായി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനം ഫ്രാൻസിസ് ജോർജ് രാജിവെച്ചുകൊണ്ട് മന്ത്രി KP മോഹന് കത്തയച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കി പുറത്തേക്ക് പോകാനായി ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തന്നെ ആന്റണി രാജുവും തീരുമാനിച്ച ഒരു സാഹചര്യമാണ്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് ജോയി എബ്രഹാം വാർത്താ സമ്മേളനം നടത്തി ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് നിന്ന് ബാർഗെയിൻ ചെയ്തുകൊണ്ട് പോകുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. ഫ്രാൻസിസ് ജോർജിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഫ്രാൻസിസ് ജോർജിന്റെയും ആന്റണി രാജുവിന്റെയും KC ജോസഫിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ജോയി എബ്രഹാം എന്തൊക്കെ നിലപാടുകളുമായാണ് രംഗത്തെത്തിയത്? ജിംഷാദ്, ജോയി എബ്രഹാം പ്രധാനമായിട്ട് പറഞ്ഞത് ഫ്രാൻസിസ് ജോർജ് ഉന്നയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും പാർട്ടിക്കകത്തില്ല, എല്ലാം ചർച്ചയിലൂടെ തന്നെയാണ് പരിഹരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് വിധേയനാകാൻ ഉള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരു ബാർഗെയിനിങ് തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ കണ്ടാൽ അത് ഒരിക്കലും പാർട്ടി അംഗീകരിക്കുകയില്ല എന്നാണ് വ്യക്തമാക്കിയത്. സീറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് മറ്റു കാര്യങ്ങൾ, സീറ്റിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ഒരു യോജിപ്പിന്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ യോജിപ്പുമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ജോയി എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. വിമതർ ഇത്തരത്തിൽ വിലപേശേണ്ട കാര്യമില്ല എന്നും സീറ്റ് ചർച്ച നടത്തി മറ്റുള്ള ഏതെങ്കിലും മുന്നണിയുമായി സീറ്റ് ചർച്ച നടത്തി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നും ജോയി എബ്രഹാം വ്യക്തമാക്കി. അത് തന്നെയാണ് ഈ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ കൂടി രാജിവെച്ച ഘട്ടത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമോ, UDF വിടുന്ന വിഷയത്തിലടക്കം? അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ രാജിവെക്കാനായിട്ട് നേതാക്കൾ തീരുമാനിച്ച് അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇപ്പോൾ കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനം ഫ്രാൻസിസ് ജോർജ് രാജിവെച്ചിരിക്കുന്നത്.
തീർച്ചയായും സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് എമ്മിലെ പിളർപ്പ് ഉറപ്പാക്കി നേതാക്കന്മാരുടെ നിലപാട്. ഫ്രാൻസിസ് ജോർജ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വിശദാംശങ്ങളാണ് സുനിൽ അരിമാനൂർ നൽകിയത്. UDF-ൽ വിലപേശി JDU-വും 10 സീറ്റുകൾ വേണമെന്നാണ് JDU-വിൻ്റെ ആവശ്യം. മട്ടന്നൂർ, ഏലത്തൂർ, നേമം മണ്ഡലങ്ങൾ വേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. കായംകുളം, പൂഞ്ഞാർ, കോവളം മണ്ഡലങ്ങൾ ആവശ്യപ്പെടും. സീറ്റ് വിഷയത്തിൽ കോൺഗ്രസുമായി JDU-വിൻ്റെ ഉഭയകക്ഷി ചർച്ച നാളെയാണ് നടക്കുക. LDF-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ തങ്ങളുടെ തലയിൽ വെച്ച് കെട്ടേണ്ട എന്ന നിലപാടാണ് JDU നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച മട്ടന്നൂർ, ഏലത്തൂർ, നേമം മണ്ഡലങ്ങൾ മാറ്റിത്തരണമെന്ന് UDF നേതൃത്വത്തോട് ആവശ്യപ്പെടും. പകരം കായംകുളം, പൂഞ്ഞാർ, കോവളം സീറ്റുകളാണ് ആവശ്യപ്പെടുക. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു സീറ്റും വേണം. സീറ്റുകളുടെ എണ്ണം 10 വർദ്ധിപ്പിക്കണമെന്നും നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ JDU നേതാക്കൾ ആവശ്യപ്പെടും. കഴിഞ്ഞ തവണ 6 സീറ്റുകളിലാണ് JDU മത്സരിച്ചത്. KP മോഹനൻ കൂത്തുപറമ്പിലും MP ശ്രേയാംസ് കുമാർ കൽപ്പറ്റയിലും വീണ്ടും മത്സരിക്കും. കായംകുളം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. കായംകുളം ലഭിച്ചില്ലെങ്കിൽ വടകരയിൽ ഷേഖ് പി ഹാരിസിനെ പരിഗണിക്കണമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ വടകരയിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് മത്സരരംഗത്തുണ്ടാകില്ലെന്നാണ് സൂചന. നാളെ രാവിലെ കോഴിക്കോട്ട് MP വീരേന്ദ്രകുമാറിന്റെ വസതിയിലാണ് ഉഭയകക്ഷി ചർച്ച നടക്കുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. PV കുട്ടൻ, കോഴിക്കോട്. ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം മലപ്പുറത്ത് പുരോഗമിക്കുകയാണ്. ലീഗ് 2 മണ്ഡലങ്ങൾ അധികമായി ആവശ്യപ്പെടും. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാലി, തെക്കൻ കേരളത്തിലെ 2 മണ്ഡലങ്ങളാണോ ആവശ്യപ്പെടുക? ഉന്നതാധികാര സമിതിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗം കഴിഞ്ഞിരുന്നു. ഇനി 3 മണിക്ക് വീണ്ടും നേതൃതല യോഗം ചേരും. 2 സീറ്റുകൾ അധികം ചോദിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ തോറ്റ 4 മണ്ഡലങ്ങൾ, ഇരവിപുരം, ഗുരുവായൂർ, നാദാപുരം, കുന്നമംഗലം മണ്ഡലങ്ങൾ കോൺഗ്രസുമായി കൂടിയാലോചിച്ച് മാറണമെന്നും ലീഗ് ആലോചിക്കുന്നുണ്ട്. കായംകുളം, കരുനാഗപ്പള്ളി സീറ്റ്, ബാലുശ്ശേരി സീറ്റുകളാണ് മാറാനായി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമാണെന്ന ഒരു പരാതി നേരത്തെ തന്നെ UDF-നകത്തുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടി മലബാറിൽ നിന്ന് പുറത്ത് തെക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും സീറ്റ് വാങ്ങാമെന്നാണ് നേതൃയോഗത്തിൽ ആലോചന നടന്നിട്ടുള്ളത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ 20 സിറ്റിംഗ് MLA-മാരിൽ 17 പേരും മത്സരിക്കും. നിലവിൽ തീരുമാനമാകാത്ത 20 പ്രതിനിധികളുടെയും 20 മത്സരിക്കുന്നവരുടെയും പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. അബ്ദുൽ സമദ് സമദാനി, അതുപോലെ കൊണ്ടോട്ടിയിൽ നിന്ന് മത്സരിച്ച മുഹമ്മദ് ഉണ്ണി ഹാജി, വള്ളിക്കുന്ന് മത്സരിച്ച KNA ഖാദർ എന്നിവർക്കാണ് നിലവിൽ മുസ്ലിം ലീഗ് സീറ്റ് നൽകാതിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ KPA മജീദിന് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സമസ്ത KPA മജീദിന് സീറ്റ് നൽകേണ്ട എന്ന നിലപാട് നൽകരുത് എന്ന് തന്നെ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ യൂത്ത് ലീഗിൽ നിന്ന് നൌഷാദ് മണ്ണിശ്ശേരിക്ക് സീറ്റ് നൽകണമെന്ന ഒരു ആവശ്യം ജനറൽ സെക്രട്ടറി കൂടിയായ KPA മജീദ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ 20 മണ്ഡലങ്ങളിലെയെങ്കിലും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ കോൺഗ്രസിനുള്ളിലും ചേരിപ്പോര് തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന് മുകളിൽ പരാജയപ്പെട്ടവരെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്ന് കാട്ടി ഒരു വിഭാഗം നേതാക്കൾ KPCCക്ക് പരാതി നൽകി. ഇത്തരത്തിൽ DCC പ്രസിഡന്റ് അടക്കം 4 പേരാണ് മത്സരരംഗത്തുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ 35-അംഗ പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇത്തവണ മത്സരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ DCC പ്രസിഡന്റ് A ഷുക്കൂറിനും ജോൺസൺ എബ്രഹാമിനും M ലിജുവിനും അഡ്വക്കേറ്റ് PJ മാത്യുവിനും ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയപാത ഒരുക്കിയ ഇവരെ മാറ്റി നിർത്തേണ്ടി വരും.
ഇത് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞു. ജില്ലയിലെ 9 മണ്ഡലത്തിൽ 6 മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരയുന്നത്. ഇതിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥിൻ്റെയും സിറ്റിംഗ് സീറ്റുകളാണ്. കുട്ടനാടാകട്ടെ KM മാണിയുടെ സീറ്റും. അങ്ങനെ വരുമ്പോൾ 35-ൽ 6 പേർക്ക് മാത്രമാവും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ കഴിയുക. മാവേലിക്കര സംവരണ മണ്ഡലത്തിൽ JSS നേതാവായ KK ഷാജു ആണ് മത്സരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് വാദം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഷാജു എല്ലാ കാലത്തും UDF-നകത്ത് കോൺഗ്രസ് ഒരു ലൈസൻസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു സീറ്റ് കൂടി നഷ്ടമാകും. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കമുള്ള ആലപ്പുഴ ജില്ലയിൽ I ഗ്രൂപ്പിന്റെ നേതാക്കൾ തന്നെയാവും കൂടുതലായി ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന് കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ. കൊല്ലം സ്വദേശികളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തന്റെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. അതേസമയം പത്തനാപുരത്ത് വരുത്തന്മാരെ വേണ്ടെന്നും ഇരവിപുരത്ത് RSPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലീഗിന് കിട്ടില്ലെന്നുമുള്ള മുന്നറിയിപ്പുമായി ജില്ലയിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന 8 മണ്ഡലങ്ങളിലും കൊല്ലം സ്വദേശികളെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലുറച്ച കൊല്ലം DCC നേതൃത്വം പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തുനിന്നുള്ള കോൺഗ്രസിലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇറക്കം കൊണ്ടുവരാതെ ഇവിടെയുള്ളവരെ തന്നെ സെലക്ട് ചെയ്തു പോകണമെന്നും ശക്തമായ അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനുണ്ട്. മുമ്പ് ജില്ലയിൽ നിന്ന് അയൽ ജില്ലയിലേക്ക് താമസം മാറ്റിയവരും സിനിമാ രംഗത്തുള്ളവരെയും സ്ഥാനാർത്ഥിയായി വേണ്ടെന്നാണ് തങ്ങളുടെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കനയ്യകുമാർ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്ന് ദില്ലി സർക്കാർ റിപ്പോർട്ട്. ദില്ലി സർക്കാർ നിയോഗിച്ച മജിസ്ട്രേറ്റ് തല സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കനയ്യകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കനയ്യയെ ഇന്ന് മോചിപ്പിക്കും. കനയ്യയെ സ്വീകരിക്കാൻ JNU വിദ്യാർത്ഥികൾ ആവേശത്തിലാണ്. 21 ദിവസത്തെ തീഹാർ ജയിൽവാസത്തിനു ശേഷം കന്നയ്യ ഇന്ന് പുറത്തിറങ്ങും. ജാമ്യം അനുവദിക്കാൻ ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടതോടെ കന്നയ്യയെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കോടതി ആവശ്യപ്പെട്ട ജാമ്യത്തുക കൂടി കെട്ടിവച്ചതിന് ശേഷമാണ് കന്നയ്യയെ മോചിപ്പിക്കുക. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കന്നയ്യയ്ക്ക് കൊടും പീഡനങ്ങളാണ് ഇക്കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നത്. പോലീസ് കസ്റ്റഡിയിൽ തന്നെ അഭിഭാഷകർ കന്നയ്യയെ പാൻറിൽ മൂത്രം പോകുന്നതുവരെ ക്രൂരമായി മർദ്ദിച്ച കാര്യം ഞെട്ടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്. നിയമ നടപടികൾക്കായി കോടതിയിലെത്തിയ കന്നയ്യയ്ക്ക് പോലീസുകാർ നോക്കി നിൽക്കെ മർദ്ദനമേൽക്കേണ്ടിയും വന്നു. വ്യാജ വീഡിയോകളുടെ പേരിൽ കന്നയ്യയെ രാജ്യദ്രോഹിയായി ചിലർ ചിത്രീകരിച്ചു. ജാമ്യ ഹർജിയെ ദില്ലി പോലീസ് നിരന്തരം എതിർക്കുകയും ചെയ്തു. ഒടുവിൽ രാജ്യദ്രോഹ കുറ്റം എന്താണെന്ന് അറിയാമോ എന്ന് ദില്ലി പോലീസിനോട് ചോദിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വിജയത്തിമിർപ്പിലാണ് JNU. കന്നയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് JNUവിൽ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ജാമ്യം നേടി ക്യാമ്പസിലെത്തുന്ന കന്നയ്യ JNUവിൽ തുടരുന്ന പ്രതിഷേധ സമരത്തിൽ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ലഷ്കർ ബന്ധം ആരോപിച്ച് ഗുജറാത്തിൽ വെടിവെച്ച് കൊന്ന ഇസ്രത് ജഹാൻ തീവ്രവാദിയല്ലെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന IPS ഓഫീസർ സതീഷ് വർമ്മ. ഇസ്രത്തിനെ അന്യായമായി തടങ്കലിൽ വെച്ച് പിന്നീട് വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നും സതീഷ് വർമ്മ വെളിപ്പെടുത്തുന്നു. That this was a controlled operation of the IB, where some people came here, they were caught, they were clubbed with Javed and Ishrat and killed in cold blood. Now this may be a brilliant operation, one, but then this is also a fake encounter. So both are true. It was a brilliant operation. The evidence in the investigation, and it is part of the report of the SIT and also of the report submitted by the CBI to the Honorable High Court of Gujarat. And it says this, that after very laborious investigation on the subject, there is no material to indicate that Ishrat could have been a Lashkar-e-Toiba operative, much less a suicide bomber or a fidain. DYFI നേതാക്കന്മാർ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തും. തത്സമയം ഒരു ഒഴിവ് നിലനിർത്തിയിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും
യുവജന രംഗം വിട്ടതിനാലും ഭാരവാഹിത്വം ഒഴിഞ്ഞതിനാലുമൊക്കെ 34 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് ഒഴിഞ്ഞത്. നിലവിലുണ്ടായിരുന്ന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത്. നിലവിൽ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ സെൻറ്ററിലേക്ക് നിശ്ചയിക്കപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാകുകയാണ് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ PP ദിവ്യയും TV അനിതയും സംസ്ഥാന കേന്ദ്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കും. ഈ സംസ്ഥാന സമ്മേളനം വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നിരവധി പ്രമേയങ്ങൾ അംഗീകരിക്കുകയുണ്ടായി. ആ പ്രമേയങ്ങളുടെ വിശദാംശങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെടും. സംസ്ഥാന സമ്മേളനം പ്രധാനമായും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന UDF സർക്കാരിൻ്റെ യുവജന വഞ്ചനയ്ക്കെതിരായി വൻപിച്ച ബഹുജന ക്യാമ്പയിന് നേതൃത്വം കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ യുവജനങ്ങളെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി നിർത്തുകയാണ് സർക്കാർ ചെയ്തത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന കർശന വാക്കാലുള്ള നിർദ്ദേശമാണ് എല്ലാ വകുപ്പ് തലവന്മാർക്കും കൊടുത്തത്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തുടർച്ചയായി നീട്ടുകയാണ്. അങ്ങനെ നീട്ടേണ്ടി വരുന്നത് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാത്തതുകൊണ്ടാണ്. നിയമനം കൊടുത്തിരുന്നുവെങ്കിൽ ഒരു ലിസ്റ്റും കാലാവധി നീട്ടേണ്ടി വരില്ല, എല്ലാവർക്കും നിയമനം കിട്ടും. ഒരു ലിസ്റ്റിൽ നിന്നും ആർക്കും നിയമനം കിട്ടുന്നില്ല, ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുകയാണ്. ജോലി ഇപ്പോൾ ലഭിക്കും എന്നൊരു വ്യാമോഹം യുവജനങ്ങളിൽ സൃഷ്ടിച്ച് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടി അവരെ വഞ്ചിക്കാനാണ് ഈ ഗവൺമെൻറ് സന്നദ്ധമാവുന്നത്. അഡ്വൈസ് മെമ്മോ കൈപ്പറ്റിയവർക്ക് പോലും കേരളത്തിൽ ജോലി ലഭിക്കാത്ത സ്ഥിതി ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഉണ്ടായി ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കീഴിൽ. പിൻവാതിൽ നിയമനം തകൃതിയായി നടത്തി. PSCയെ നോക്കുകുത്തിയായി നിർത്തുമ്പോൾ തന്നെ, അഡ്വൈസ് മെമ്മോ കൊടുത്തവർക്ക് ജോലി കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ കാശു വാങ്ങിയും സ്വന്തക്കാരെയും പാർശ്വവർത്തികളെയും അതല്ലാതെയും വിവിധ വകുപ്പുകളിൽ തിരികെ കയറ്റുകയാണ് ചെയ്തത്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 1,00,000-ഓളം ആളുകളെയാണ് അവിഹിതമായി മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഇപ്പോൾ ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും നിലവിലില്ലാത്ത സ്ഥാപനത്തിലേക്ക് പോലും നിയമനം നടത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. നിരർത്ഥകമായ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്ന പോലെയാണ് നിലവിലില്ലാത്ത സ്ഥാപനങ്ങളിലേക്ക്. ഇപ്പോൾ വേങ്ങരയിൽ സിഡ്കോയുടെ പുതിയ കമ്പനി, അത് തറക്കല്ല് കാട് മൂടിക്കിടക്കുകയാണ്. അതിലേക്കിപ്പോൾ നിയമനം നടത്തി കഴിഞ്ഞു. നിലവിലില്ലാത്ത സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തി വഞ്ചിക്കുക, നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അഡ്വൈസ് മെമ്മോ കൊടുത്തവർക്ക് നിയമനം കൊടുക്കാതിരിക്കുക. ഇതാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര. ഇങ്ങനെ യുവജന സമൂഹത്തെയാകെ വെല്ലുവിളിച്ചവർ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം എടുത്തു കളഞ്ഞവർ, ഇനി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ഒരാൾക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടാവില്ല. ഇനി സർക്കാർ സർവീസിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് യുവജനങ്ങളാണ്. അപ്പോൾ ഇനി കേരളത്തിൽ ഒരു യുവാവിനും സർക്കാർ ജോലി ഏതെങ്കിലും വിധത്തിൽ കിട്ടിയാൽ പെൻഷൻ ഉണ്ടാവില്ല എന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ കേരളത്തിലെ യുവജനങ്ങളെ ആകമാനം വഞ്ചിച്ച ഒരു സർക്കാരാണ് അധികാരത്തിലുള്ളത്. ഈ യുവജന വഞ്ചനക്കെതിരായി, മറ്റഴിമതിയും തട്ടിപ്പിൻ്റെയും എല്ലാം കഥകൾ വേറെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ യുവജന വഞ്ചനക്കെതിരായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെ തറപറ്റിക്കണം, സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തണം എന്ന ആഹ്വാനമാണ് യുവ കേരളത്തോട് DYFIയുടെ 13ാം സംസ്ഥാന സമ്മേളനത്തിന് പറയാനുള്ളത്. യുവജന വഞ്ചന മുഖമുദ്രയാക്കിയ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ വഞ്ചകരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് DYFIയുടെ സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളും സജീവമായി രംഗത്തിറങ്ങുക തന്നെ ചെയ്യും. സമ്മേളനം അംഗീകരിച്ച മറ്റ് പ്രമേയങ്ങളും വിശദാംശങ്ങളും DYFI സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് AN ഷംസീർ പറയും. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനം 19 പ്രമേയങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഇത് സ്വരാജ് അവസാനിപ്പിച്ച ഭാഗത്ത് വെച്ച് തന്നെ തുടങ്ങാം. ഞങ്ങൾ അംഗീകരിച്ച പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റാൻ കേരളത്തിലെ യുവജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയമാണ് സമ്മേളനം അംഗീകരിച്ച ഒരു മുഖ്യ പ്രമേയം. അതോടൊപ്പം തന്നെ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയം പൊരുതുന്ന JNUവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ആദിവാസി ജനവിഭാഗങ്ങളുടെ അതിജീവന പോരാട്ടത്തെ പിന്തുണക്കുക എന്നതിൻ്റെ തലക്കെട്ടോടുകൂടി
കേരളത്തിലെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ആദിവാസി വിഭാഗം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് മറ്റൊന്ന് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജെൻഡർ ഇഷ്യൂസ്, സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുക, സ്ത്രീ സമത്വത്തിനായി പോരാടുക തുടങ്ങിയ പ്രമേയവും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്നലെ ഇവിടെ പരാമർശിച്ചതാണ്, കേരളത്തിൽ പോലും ഇന്നലകളിൽ നാം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് മാധ്യമപ്രവർത്തകന്മാർക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെയും സംഘപരിവാർ ഭീഷണിയുടെയും വാർത്തകൾ കേട്ടതെങ്കിൽ ഇന്നത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നതിൻ്റെ തെളിവാണ് കേരളത്തിലൊരു പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകയെ ദിവസങ്ങളോളം വളഞ്ഞിട്ട് തെറിയഭിഷേകവും ഭീഷണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനെതിരെയുള്ള ഭീഷണി അവസാനിപ്പിക്കണം എന്നൊരു പ്രമേയം കൂടി ഞങ്ങൾ ഇന്നലെ അവതരിപ്പിച്ചിരുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ പുതിയ സാഹചര്യത്തിൽ കാടൻ നിയമം എന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്ന UAPA, അതോടൊപ്പം കാപ്പ പ്രയോഗിക്കുന്നത് കേരളത്തിലെ DYFI പ്രവർത്തകന്മാർക്ക് നേരെയാണ്. DYFI പ്രവർത്തകന്മാർ പ്രതി ചേർക്കപ്പെട്ടത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായാണ്. അത്തരം സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്നതുമായ ഭാഗം കേരളത്തിലെ സെലക്റ്റീവായി യുവജന രംഗത്തുള്ള പ്രവർത്തകരെ നാടുകടത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി DYFI പ്രവർത്തകന്മാർക്ക് നേരെ ഇത് പ്രയോഗിക്കാനുള്ള നീക്കം സർക്കാർ തലത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീക്കത്തെ ചെറുക്കണം എന്നൊരു പ്രമേയം DYFI അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം UAPA നിങ്ങൾക്കറിയാം, CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജന് നേരെ ഇപ്പോൾ അത് പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാടൻ നിയമങ്ങൾ ആ കാടൻ നിയമങ്ങൾ തള്ളണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഒരു ഭാഗത്ത് നാം അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം വർഗീയതയ്ക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി ഏറ്റെടുക്കേണ്ട പുതിയ സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരായ പോരാട്ടം തീവ്രമായി പ്രതിരോധിക്കാൻ അതിനെതിരെ കേരളത്തിലെ യുവജന സമൂഹം നടത്തുന്ന പോരാട്ടങ്ങളോടൊപ്പം പൊതുസമൂഹത്തോടുകൂടി അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രമേയം കൂടി ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം DYFI കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജൂൺ മാസം 5-ാം തീയതി വേൾഡ് എൻവയൺമെൻറ്റ് ഡേയിൽ, ലോക പരിസ്ഥിതി ദിനത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള ഭൂമിക്ക് യുവതയുടെ കാവൽ നിൽക്കുക എന്നൊരു പ്രമേയം കൂടി DYFIയോട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കൃഷി, അഗ്രികൾച്ചർ. പക്ഷേ പുതുതലമുറ ദൗർഭാഗ്യവശാൽ ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതലമുറയുൾപ്പെടെ കൃഷിയിലേക്കും മറ്റും ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് ഒരു പുതിയ ബോധം ജൈവ പച്ചക്കറി കൃഷി ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിൻ്റെ യുവസമൂഹം രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുന്നുള്ള മറ്റൊരു പ്രമേയവും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മദ്യാസക്തി, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ആവശ്യമായൊരു പ്രമേയം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ച അവഗണനയിൽ പ്രതിഷേധിക്കണം എന്നൊരു മറ്റൊരു പ്രമേയം. സ്പോർട്സ് കൗൺസിലുകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കണം മറ്റൊരു പ്രമേയമാണ്. ഔഷധ മേഖല നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും മരുന്നുകളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹം ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി മാറുമ്പം ഈ ഔഷധ വില വർധനവ് ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ നമ്മൾ സമരം വെജിറ്റേറ്റ് ചെയ്യും. ദൗർഭാഗ്യവശാൽ പലപ്പോഴും മരുന്നുകളുടെ വില വർധനവുണ്ടാകുമ്പം നമ്മുടെ ഭാഗത്തുൾപ്പെടെ വേണ്ടത്ര റെസിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല എന്ന വിമർശനം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഔഷധ മേഖലയിലെ വില വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് DYFI ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 19 പ്രമേയങ്ങളാണ് DYFIയുടെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിട്ടുള്ളത്. അത് മാധ്യമപ്രവർത്തകന്മാരുടെ മുന്നിൽ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ അറിയിക്കുകയാണ്. സംസ്ഥാനം പറ്റിയില്ല. നാൽപ്പത്തിരണ്ട് പേര്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരട്ടെ. തീർച്ചയായും ഈ ജനവിരുദ്ധ നയങ്ങളും യുവജന വഞ്ചനയ്ക്കുമെല്ലാം മുഖമുദ്രമാക്കിയ UDF സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമായിരിക്കും ഇടതുപക്ഷത്തിൻ്റെതെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗവൺമെൻറ് അധികാരത്തിൽ വരട്ടെ. ആ ഗവൺമെൻറ് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളോട് നീതി പുലർത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നോക്കാം. എത്തി നോക്കൂ. അല്ല, കമ്മിറ്റി നിലവിൽ കമ്മിറ്റിയിൽ അതെ, അതിൽ 20% യുവതികളെങ്കിലും
കമ്മിറ്റിയിൽ വേണമെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിൽ 20% ഉണ്ട്. 20%ത്തിൽ ഇത്തിരി മുകളിൽ, അത്ര ഗംഭീരമായി എന്നല്ല പറയുന്നത്, 20%-ന് മുകളിലുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലവിൽ 3 യുവതികളാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും 3 യുവതികളാണ്. അത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ 2 യുവതികൾ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുക. അവർ സെൻട്രൽ ലീഡർഷിപ്പ് ആയതുകൊണ്ട് ഈ 25 അംഗങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവർ കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 5 പേർ യുവതികളായിട്ട് വരും. ഒരു ഒഴിവ് പിന്നീട് നികത്തും. പിന്നീട് നികത്തുന്നതിന് വേണ്ടിയിട്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളും രൂപവും സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കും. അടുത്ത സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. 81 അതാണ് പറഞ്ഞത്. പുതുതായിട്ട് ഞങ്ങൾ സംസ്ഥാനത്തെ 25,378 യൂണിറ്റുകളും യുവജനവഞ്ചന മുഖമുദ്രയാക്കി സർക്കാരിനെതിരായ ക്യാമ്പയിൻ, ഈ മുഴുവൻ യൂണിറ്റുകളുടെയും പങ്കാളിത്തമുള്ള ക്യാമ്പയിനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ആ പ്രവർത്തനത്തിലാണ് ഇനി യുവജന പ്രസ്ഥാനം ആണ്ടിറങ്ങാൻ പോകുന്നത്. അതോടൊപ്പം അസഹിഷ്ണുതക്കെതിരായി നിലനിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ ക്യാമ്പയിൻ, യോജിക്കാവുന്ന എല്ലാവരുമായി യോജിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ, വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സ്വാഭാവികമായി ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ശക്തമായി തുടരുകയും ചെയ്യും. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ, അടിയന്തരമായി ഏറ്റെടുക്കേണ്ട പരിപാടികളുടെ രൂപഭാവങ്ങളും വിശദാംശങ്ങളും ആദ്യം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. ഉടനെ തന്നെ ചെയ്യും. അത് നിങ്ങളിപ്പോൾ ഈ മറ്റേ യൂത്ത് കോൺഗ്രസ് ഒക്കെ പറയുന്നത് കേട്ടിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ മുമ്പ് ഇവിടെയാണോ എന്ന് എനിക്കറിയില്ല, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, പഞ്ചായത്ത് മെമ്പറാവുക, പ്രധാനമന്ത്രിയാവുക എന്നുള്ളതൊന്നും ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു വിഭാഗമല്ല DYFI. ഞങ്ങൾ യുവജന സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ പൂർവ്വപ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ കൂടി ആയതുകൊണ്ട് ഓരോ സമയത്തും അതിൽ പലരും ഇങ്ങനെ മത്സര രംഗത്ത് നിയോഗിക്കപ്പെടാറുണ്ട്. അത് അങ്ങനെ തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമാണ്, DYFIയുടെ കാര്യമല്ല. DYFI പ്രത്യേകമായ ലക്ഷ്യങ്ങളും നയവും വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, ആ പാതയിൽ മുൻപോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സജീവമായി ഇടപെടുന്നത് ഈ പറയപ്പെട്ട ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ യുവജനങ്ങളെ അങ്ങേയറ്റം ദ്രോഹിച്ച സർക്കാരിനെ തോൽപ്പിക്കുക, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തോൽപ്പിക്കാൻ യുവജനങ്ങളോട് നീതി പുലർത്തുന്നൊരു സർക്കാർ വരണം. അതാണ് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥി എക്സ്പെർവൈ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഏതെങ്കിലും യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം, ഞങ്ങൾക്ക് മറ്റേ മണ്ഡലം വേണമെന്നൊക്കെ പറയുന്ന യൂത്ത് കോൺഗ്രസിനെ പോലെ ഞങ്ങളെ കണക്കാക്കരുത്. ആ സംഘടനയെ പോലെ അല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു മുമ്പിൽ വരുന്ന ഉത്കണ്ഠ ജനിപ്പിക്കുന്ന പ്രശ്നമല്ല. DYFI പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ DYFIയുടെ ലക്ഷ്യമല്ല, ഉദ്ദേശമല്ല. ഇന്ന് വരെ സംഘടന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. സംഘടനയിൽപ്പെട്ടവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ടാവും. അതല്ലാതെ DYFI സ്ഥാനാർത്ഥി ഇല്ലല്ലോ, പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ. DYFIക്ക് രാഷ്ട്രീയമുണ്ട്. റിഡംഷൻ്റെ വിശദാംശങ്ങൾ തരാം. അപ്പോൾ അത് തരാം, പ്രിന്റ് ഔട്ട്. എന്നാ പിന്നെ നമുക്ക് അവസാനം മീഡിയ സെല്ലിൻ്റെ പറഞ്ഞിരുന്നു ഇവിടുന്ന് പ്രകാശിക്കുക അല്ലേ? DYFI 13ാം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ് തത്സമയം നമ്മൾ കണ്ടത്. 42 അംഗ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഒപ്പം DYFI പുതിയ പ്രസിഡന്റായ AN ഷംസീറിനെയും തിരഞ്ഞെടുത്തു. ഒപ്പം വിവിധ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. പൊരുതുന്ന JNUവിന് ഐക്യദാർഢ്യം, ആദിവാസി പ്രശ്നത്തിൽ അടക്കമുള്ള ഇടപെടൽ എന്നിവയാണ് അവതരിപ്പിക്കപ്പെട്ട 19 പ്രമേയങ്ങൾ. ഒപ്പം UDF സർക്കാരിൻ്റെ യുവജന വഞ്ചനയ്ക്കെതിരെ DYFI പ്രക്ഷോഭം നടത്തും. ഇതാണ് M സ്വരാജ് അടക്കമുള്ള നേതാക്കന്മാർ
വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. ഡിവൈഎഫ്ഐ 13ാം സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 42-അംഗ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ പുതിയ പ്രസിഡന്റായി എൻ ഷംസീറിനെയും തെരഞ്ഞെടുത്തു. ഒപ്പം 19 പ്രമേയങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. പൊരുതുന്ന JNUവിന് ഉള്ള ഐക്യദാർഢ്യം, ഒപ്പം ആദിവാസി പ്രശ്നങ്ങളിൽ യുവജനങ്ങൾ ഇടപെടുന്നത് സംബന്ധിച്ച് ലിംഗസമത്വം സാധ്യമാക്കുക, മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന സംഘപരിവാർ ഭീഷണിക്കെതിരെ അടക്കം 19 പ്രമേയങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഒപ്പം യുവജനങ്ങളെ വഞ്ചിക്കുന്ന UDF സർക്കാരിൻ്റെ യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളുമായി തത്സമയം ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് ചേരുകയാണ്. KT സ്വാലിഹ്, യുവജനങ്ങളെ വഞ്ചിക്കുക, PSC അടക്കമുള്ളവയെ നിരാകരിച്ചുകൊണ്ട് പിൻവാതിൽ നിയമനം നടത്തുന്ന സംവിധാനങ്ങളിലൂടെ അടക്കം, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ലാതാക്കുന്ന അടക്കം യുവജനങ്ങൾക്ക് നേരെ വരുന്ന ഭരണകൂട ഭീഷണികൾക്കെതിരെ സജീവമായ പ്രക്ഷോഭവുമായാണ് സമ്മേളനം സമാപിക്കുന്നത്. ഒപ്പം പുതിയ ഭാരവാഹികളെയും. വിശദാംശങ്ങളിലേക്ക് പോയാൽ അജിംഷാദ്, ഡിവൈഎഫ്ഐയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായത്. സംസ്ഥാന പ്രസിഡന്റായി AN ഷംസീറിനെയും സെക്രട്ടറിയായി M സ്വരാജിനെയും ട്രഷററായി P ബിജുവിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് പുതിയ കമ്മിറ്റി. ജോയിന്റ് സെക്രട്ടറിമാരായി K രാജേഷ്, ബിജു കണ്ടക്കൈ, A സതീഷ്, P നിഖിൽ, K പ്രേംകുമാർ എന്നിവരെയാണ് ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരായി VP റജീന, K മണികണ്ഠൻ, I സാജു, അബ്ദുള്ള നവാസ്, നിതിൻ കണിച്ചേരി തുടങ്ങിയവരെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. 42 അംഗ സംസ്ഥാന കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന മുഹമ്മദ് റിയാസ് അഖിലേന്ത്യാ സെൻറ്ററിലേക്ക് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ പുതിയ കമ്മിറ്റിയിൽ 20% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 5 പേർ, സംസ്ഥാന കമ്മിറ്റിയിൽ 5 പേർ വനിതകളുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 19 പ്രമേയങ്ങളാണ് സമ്മേളനത്തിൽ പാസ്സായിരിക്കുന്നത്. പ്രധാനമായും കേരളത്തിലെ UDF സർക്കാരിൻ്റെ ജനവിരുദ്ധമായ സർക്കാരിനെതിരെ യുവജനങ്ങളെ അണിനിരത്തി വലിയ പ്രക്ഷോഭം നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രമേയം സമ്മേളനത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊരുതുന്ന JNUവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രമേയവും സമ്മേളനത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ദളിതർ, ആദിവാസി മേഖലകളിലെല്ലാം നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവരെ കൂടെ ഭാരവാഹിത്വങ്ങളിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സജീവമായി ഇടപെടാനുള്ള ഒരു തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മൂന്നാം ലിംഗക്കാരുടെ പ്രശ്നം, ഇതിലെല്ലാം തന്നെ ഡിവൈഎഫ്ഐ സജീവമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്നദ്ധ സംഘടന എന്ന നിലയിലും പരിസ്ഥിതി സംഘടന എന്ന നിലയിലും കഴിഞ്ഞ സമ്മേളന കാലയളവിലും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. UDF സർക്കാരിൻ്റെ വരെ അംഗീകാരം സന്നദ്ധ സംഘടന എന്ന നിലയിൽ ഡിവൈഎഫ്ഐക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇനിയും തുടരും. പരിസ്ഥിതി രംഗത്ത് വലിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ജനവിരുദ്ധ നിയമങ്ങളായ UAPAക്കെതിരെയും കാപ്പയ്ക്കെതിരെയും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമാണ് ഈ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടവും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 13ാമത് സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുകയാണ്. ഇനി സമാപന സമ്മേളനമാണ് ഇനി അവശേഷിക്കുന്നത്. ഇത് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയത്തിനകം തന്നെ വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അതിന് മുന്നോടിയായി 1,00,000 പേര് അണിനിരത്തിയുള്ള വലിയ യുവജന റാലിയും ഇതോടൊപ്പം തിരൂരിൽ നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ സംസ്ഥാന സെക്രട്ടറി യൂസഫ് തരിഗാമി, അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ്, അഖിലേന്ത്യാ സെക്രട്ടറി അഭോയ് മുഖർജി തുടങ്ങിയവരെല്ലാം 3 ദിവസമായി സമ്മേളന നഗരിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ സംഘടനയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും തലനാരിഴകീറി പരിശോധിച്ച
ഒരു ചർച്ചകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച അംഗങ്ങളുടെ കാര്യത്തിലെല്ലാം വലിയ വർധനവ് ഈ കാലയളവിൽ ഡിവൈഎഫ്ഐക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ജനപങ്കാളിത്തം ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സമരങ്ങളിൽ കാണാനില്ല എന്ന ഒരു സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു സ്വതന്ത്ര സംഘടനയായി ഇനിയും പ്രവർത്തിക്കും, അതിന് ചില പരിമിതികളുണ്ടായിരുന്നു, അത് മറികടക്കണമെന്ന നിർദ്ദേശങ്ങളും സ്വയം വിമർശനം എന്ന നിലയിൽ സമ്മേളനത്തിൽ ചർച്ചയായി വന്നിരുന്നു. ഇതെല്ലാം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ സംസ്ഥാന കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഭാരവാഹികളെ കൂടി തെരഞ്ഞെടുത്തതോടുകൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ യുവജന പ്രസ്ഥാനത്തിന് പുതിയ ഒരു ആവേശം കിട്ടിയെന്ന്, പുതിയൊരു ആവേശത്തോടെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനാവുക. അജിംഷാദ്, ഇനി റാലിയും പൊതുസമ്മേളനവും ഉണ്ടാകും. ഉദ്ഘാടനം ചെയ്യുക കോടിയേരിയും. അജിംഷാദ്, അല്പസമയത്തിനകം തന്നെ യുവജന റാലി ആരംഭിക്കും. 1,00,000 പേർ യുവജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തിരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യുവജന റാലി ആരംഭിക്കും. അതിൻ്റെ സമാപനത്തോടെ തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇത്രയേറെ ജനസംഖ്യയുള്ള 59 ലക്ഷം അംഗങ്ങളുള്ള 60 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനം തന്നെ ജനവിരുദ്ധമായി നിൽക്കുന്ന ഈ സർക്കാരിനെതിരെ യുവജനങ്ങളോട് അണിനിരക്കുക എന്ന ആഹ്വാനമാണ്. ഈ ആഹ്വാനം സമാപന സമ്മേളനത്തിലും നമുക്ക് കേൾക്കാനാവും. ഏതായാലും സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം, സമാപന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ജില്ലയുടെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ എല്ലാം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ കൂട്ടമായി സമ്മേളന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലയളവിൽ 1000-ലേറെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് പോലീസ് മർദ്ദനമേറ്റിട്ടുള്ളത്. അതുപോലെ ആയിരക്കണക്കിന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. നിരവധി പേരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെല്ലാമെതിരെ ശക്തമായ ജനവികാരവും യുവജന വികാരവും പ്രതിഷേധവും സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് UAPA കാപ്പ നിയമങ്ങളെല്ലാം, കരി നിയമങ്ങളെല്ലാം, പ്രധാനമായും ഇപ്പോൾ കാപ്പ നിയമങ്ങളെല്ലാം ഈയിടെയായി ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നിയമങ്ങളെല്ലാം പുനഃപരിശോധിക്കണമെന്ന ഒരു ആവശ്യം തീർച്ചയായും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ സമ്മേളനത്തിൻ്റെ വന്ന പ്രധാനപ്പെട്ട വിഷയം, ചർച്ചയായ പ്രധാനപ്പെട്ട കാര്യം വർഗീയ ഫാസിസം തന്നെയാണ്. JNU ഐക്യദാർഢ്യം അതിൻ്റെ ഭാഗമായാണ് ഉയർന്നു വന്നത്. വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുക, പ്രാദേശിക തലത്തിൽ യൂണിറ്റ് തലം തൊട്ട് തന്നെ വർഗീയ ഫാസിസത്തിനെതിരെ മതേതര ഇന്ത്യക്കായി വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തയ്യാറായി ഒരുങ്ങുകയാണ്. അതിനുള്ള രൂപരേഖകളും സമരരീതികളും എല്ലാം ഡിവൈഎഫ്ഐ ഈ സമ്മേളനത്തിൽ തന്നെ രൂപം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് കൂടി ഡിവൈഎഫ്ഐ കടക്കും. തീർച്ചയായും സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ പുതിയ പ്രസിഡന്റായി AN ഷംസീറിനെയും സെക്രട്ടറിയായി M സ്വരാജിനെയും ട്രഷററായി P ബിജുവിനെയും തിരഞ്ഞെടുത്തു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. വാർത്തകളിലേക്ക്. ക്ലിഫ് ഹൗസ് ഉപരോധത്തിനെതിരെ രംഗത്തെത്തിയ സന്ധ്യയ്ക്ക് രഹസ്യ നിയമനം. സർക്കാരിൻ്റെ പ്രത്യുപകാരമായാണ് സന്ധ്യയ്ക്ക് വഴിവിട്ട നിയമനം നൽകുന്നത്. സ്പോർട്സ് കൗൺസിലിൽ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലാണ് സന്ധ്യയ്ക്ക് രഹസ്യ നിയമനം നൽകുന്നത്. സോളാർ തട്ടിപ്പിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് LDF നടത്തിയ ക്ലിഫ് ഹൗസ് ഉപരോധ സമരത്തിനെതിരെ ഉറഞ്ഞുതുള്ളിയ സന്ധ്യയ്ക്കും ഒടുവിൽ സർക്കാരിന്റെ പ്രത്യുപകാരം. സോളാറിൽ പ്രതിരോധത്തിലായിരിക്കെ സർക്കാരിന് തെല്ല് ആശ്വാസമായി രംഗത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തക സന്ധ്യയ്ക്ക് അനധികൃത നിയമനം നൽകിയാണ് സർക്കാർ ഉപകാരസ്മരണ പ്രകടിപ്പിച്ചത്. കായിക രംഗവുമായി ഒരു ബന്ധവുമില്ലാത്ത സന്ധ്യയ്ക്ക് സ്പോർട്സ് കൗൺസിലിലാണ് രഹസ്യ നിയമനം നൽകിയത്. സ്ഥിരപ്പെടുത്താമെന്ന ഉറപ്പിൽ ശംഖുമുഖം ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഡ്മിനിസ്ട്രേറ്റർ
തസ്തികയിലാണ് നിയമനം. പൊതുവിജ്ഞാപനം പുറപ്പെടുവിക്കാതെയും മാധ്യമങ്ങളിൽ പരസ്യം നൽകാതെയുമാണ് സ്പോർട്സ് കൗൺസിൽ നിയമന നടപടികൾ പൂർത്തിയാക്കിയത്. വാക്കിൻ ഇന്റർവ്യൂ നടത്തിയിരുന്നുവെന്നാണ് ഇതു സംബന്ധിച്ച സ്പോർട്സ് കൗൺസിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ മുഖ്യമന്ത്രിയുടെയും കായിക വകുപ്പ് മന്ത്രിയുടെയും പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് അനധികൃത നിയമനമെന്നാണ് വിവരം. ഭരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിനെ സഹായിച്ചവർക്കെല്ലാം സർക്കാർ പ്രത്യുപകാരം ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സന്ധ്യയുടെ വഴിവിട്ട നിയമനവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷയുടെ വാക്സിൻ. ചികിത്സാരംഗത്ത് വിപ്ലവകരമായേക്കാവുന്ന ട്യൂമർ നശീകരണ വാക്സിൻ ആദ്യമായി മനുഷ്യനിൽ പരീക്ഷിച്ചു. ബ്രിട്ടനിൽ 35-കാരി കെല്ലി പോർട്ടറിലാണ് പരീക്ഷണം നടത്തിയത്. ലോകത്താദ്യമായി ട്യൂമർ നശീകരണ വാക്സിൻ മനുഷ്യനിൽ പരീക്ഷിച്ചു. 35 വയസ്സുള്ള ബ്രിട്ടീഷുകാരി കെല്ലി പോർട്ടറിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. അർബുദ രോഗ ചികിത്സാ രംഗത്തു തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ വാക്സിന് സാധിക്കും. വലിയ ഡോസിൽ കീമോതെറാപ്പി നടത്തി അർബുദ കോശങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കുന്നതിനു പകരം ചെറിയ തോതിൽ മരുന്ന് പ്രയോഗിച്ച് അർബുദത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലാണ് വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. 1.5 നൂറ്റാണ്ട് മുമ്പ് ചാൾസ് ഡാർവിൻ ആവിഷ്കരിച്ച പരിണാമ സിദ്ധാന്തത്തിൽ നിന്നുള്ള ആശയമാണ് പുതിയ ചികിത്സയ്ക്കുള്ള ഉപാധിയായി മാറിയത്. നിലവിലുള്ള ക്യാൻസർ ചികിത്സയിൽ അർബുദ കോശങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ട്യൂമറിൽ വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ചില കോശങ്ങൾ കീമോതെറാപ്പി മരുന്നിനെതിരെ മറ്റുള്ളവയേക്കാൾ പ്രതിരോധശേഷി കൂടിയവയാണ്. കീമോതെറാപ്പി തീവ്രമായി ഉപയോഗിക്കുമ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞ കോശങ്ങൾ നശിക്കും. ഔഷധപ്രയോഗം നിലയ്ക്കുമ്പോൾ പ്രതിരോധശേഷി കൂടിയവ വളരെ വേഗം വീണ്ടും വരാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ വീണ്ടും പെരുകുന്ന കോശങ്ങളെ നിയന്ത്രിക്കാനാണ് ഈ വാക്സിൻ. പ്രമേഹവും കൊളസ്ട്രോളും പോലെ പരമ്പരാഗത രീതിയിൽ ട്യൂമറിനെയും നിയന്ത്രിക്കാനുള്ള സാധ്യതയാണ് ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം പി ജയരാജനെ കോഴിക്കോട്ടേക്ക് തിരികെ കൊണ്ടുപോയി. കൊച്ചുവേളിയിൽ നിന്നും ഗരീബ് രഥ് എക്സ്പ്രസിലാണ് ജയരാജനെ തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ഏറെ വിവാദമായതിനെ തുടർന്നാണ് തിരികെ ജയരാജനെ ട്രെയിനിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. രാഗഭാവങ്ങളുടെ മധുര സംഗീതം പകർന്ന രവീന്ദ്രൻ മാസ്റ്റർ യാത്രയായിട്ട് ഇന്നേക്ക് 11 വർഷം. ആത്മാവിൽ അമൃത് പകരുന്ന അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചാണ് മാസ്റ്റർ വിട പറഞ്ഞത്. തൻ്റെ എല്ലാ ഗാനങ്ങളും ഏവരുടെയും ഇഷ്ടഗാനങ്ങളായി അറിയപ്പെടാനായിരുന്നു ആ മനസ്സ് കൊതിച്ചത്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്ന് ഭാഗ്യാനുഷികളുടെ സ്വപ്ന നഗരിയായ മദുരാശിയിലേക്കുള്ള ദൂരം സംഗീതത്തിൻ്റെ രാഗവിസ്താരങ്ങളാൽ അളന്നു തീർക്കുകയായിരുന്നു രവീന്ദ്രൻ. തിരസ്കാരത്തിൻ്റെ ആദ്യകാല ജീവിതം പകർന്ന അനുഭവ പാഠങ്ങളിലായിരുന്നു ആ ഈണങ്ങൾ ശ്രുതി മീട്ടിയത്. യേശുദാസ് എന്ന ശബ്ദ സൗന്ദര്യത്തിൻ്റെ ആലാപനത്തിൻ്റെ അപാരതകളിലേക്ക് മലയാളി സ്വയം മറന്നിറങ്ങിച്ചെന്നത് രവീന്ദ്രൻ്റെ ഈണങ്ങളിലൂടെയായിരുന്നു. നീലമേഘം നെഞ്ചിലേറ്റിയ ഒരു തലമുറ സംഗീത സാന്ദ്രമാക്കിയ മലയാള ഗാനശാഖയെ മാധുര്യം തെല്ലും ചോരാതെ കാലസോപാനങ്ങളിലൂടെ കൈപിടിച്ചു നടത്തുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന ഈണങ്ങളുടെ വെൺചാമരം വീശിയെത്തിയ അനശ്വര ഗാനങ്ങൾ. ഒടുവിൽ എല്ലാം ഇന്നലകളുടെ മധുരസ്മരണകളായി നമുക്കോർമ്മിക്കാൻ ബാക്കി വെച്ച് രവീന്ദ്രൻ മാസ്റ്റർ യാത്രയാണ്. എങ്കിലും പിരിയാതെ ഓരോ നിമിഷവും നമ്മോട് ചേർന്ന് നിൽക്കുന്നു ആ മനുഷ്യൻ സൃഷ്ടിച്ച 1000 ഗാനങ്ങൾ. പകൽ വർഷരാത്രി തന്നിഴി തുടച്ചു പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. കൾച്ചറൽ ഡെസ്ക്.